ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പിനെല്ലാം എല്ലാവരും കണ്ടു കാണും, ഹോസ്പിറ്റലും വെച്ച്. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. അങ്ങനെ പനി പിടിച്ചു. നേരെ പാണത്തൂർ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ടെമ്പറേച്ചറും BP ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെക്ക് ചെയ്ത് അതൊക്കെ ചെക്ക് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് റിസൾട്ടിനായിട്ട് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ലാബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ടുമായിട്ട് നേരെ ഡോക്ടറുടെ അടുത്തേക്ക്. ഇപ്പോൾ റിപ്പോർട്ട് കാണിക്കാൻ വെയിറ്റിങ്ങിലാണ് ഞാൻ. ഇപ്പോൾ ക്ലോക്കിൽ ഏകദേശം 1:45 സമയം. ഏകദേശം തിരക്കുണ്ട്. അങ്ങനെ റിപ്പോർട്ടുമായിട്ട് നേരെ ഉള്ളിൽ കയറി. അപ്പോൾ റിപ്പോർട്ടൊക്കെ കാണിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മെയിൻ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ വണ്ടി പാർക്കിങ്ങിൽ എടുത്ത് നേരെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ക്യാമറ പിടിച്ചിട്ടുള്ളത് അമ്മയാണ്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം സമയം 2 മണി ഒക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ നേരെ പാണത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻ്റ് അടുത്തെത്താനായി. അപ്പോൾ ഈ കാണുന്നതാണ് തേജസ്വിനി റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇറങ്ങി നേരെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നേരെ കൈയൊക്കെ കഴുകി. അപ്പം ഞങ്ങൾ എപ്പോഴും പാണത്തൂർ പോയാൽ സ്ഥിരമായിരിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അവിടത്തേക്ക് പോയിരുന്നു. അങ്ങനെ ഇല വന്നു, ചോറ് വന്നു, കറികൾ വന്നു, അച്ചമ്പർ വന്നു, അച്ചാർ വന്നു, പിന്നെ തോരൻ. അപ്പോൾ ഒരു ഐറ്റം കൂടെ ഉണ്ട്, തീയലുണ്ട്. അപ്പോൾ ചോറിൻ്റെ മെയിൻ സാമ്പാർ വന്നു, പിന്നെ പൊരിച്ചത് വന്നു. അമ്മ ഒരു അയല എടുത്തു, ഞാനൊരു സൂത എടുത്തു. അപ്പോൾ അമ്മ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മുവിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ ഊണെന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഊണ് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു പായസവും രസവും ഉണ്ടായിരുന്നു. അതും അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്യാഷ് കൗണ്ടറിലേക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത് 220 രൂപയാണ് ഉച്ചയൂണിനായത്. ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.